അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം, അതുപോലെ ഉറക്കമില്ലായ്മ അതൊന്ന് തുടക്കം കുറിക്കാം, ആ ഉറക്കമില്ലായ്മ മാറ്റാമെന്ന് കരുതി നമ്മളിപ്പോൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിനുള്ള യാത്രയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടല്ലേ. എനിക്ക് എന്തായാലും ഇതിനെ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ, ഇത്രയും ദൂരം ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. പക്ഷെ അതിനുവേണ്ടി കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ സപ്പോർട്ടിന് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെയാണ് ഇപ്പം എനിക്ക് ഈ കാര്യം നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷെ അവർക്ക് അതിനു വേണ്ടി അവരും കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. എൻ്റെ കൂടെ എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവരും കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു. ഇങ്ങനെ നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അത് വിജയത്തിലേക്ക് നിങ്ങളതല്ലെങ്കിൽ തുടക്കം കുറിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാവുന്ന. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്, എനിക്ക് ആ ആഗ്രഹം സാധിക്കേണ്ട സമയത്ത് അതുവരെ എനിക്ക് ഭയങ്കര ഉറക്കമില്ലായ്മ വരും. ഞാൻ വിചാരിച്ചു ആ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ അത് ശരിയാവുമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷെ എൻ്റെ മക്കളെ അത് തുടക്കം കുറിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഡബിൾ ടെൻഷനാണെന്ന്. ഇപ്പോൾ ഉറക്കമില്ലായ്മയും ടെൻഷൻ രണ്ടും കൂടി ആയിട്ടോ. ഇതിപ്പോൾ ഞാൻ ജ്വല്ലറി പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ എടുത്ത വീഡിയോസ് ആട്ടോ. ഇതിപ്പോൾ എൻ്റെ കൂടെ 2 കുഞ്ഞുമക്കളും കൂടി ഉണ്ട്. ഇതിപ്പോൾ പുലർച്ചയ്ക്കന്നെ ഞാൻ അവിടെ എത്തി കേട്ടോ. ഒരു 4 മണി 4:30 ആകുമ്പോൾ തന്നെ അവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ ഇത്രയും നേരത്തെ എന്തായാലും ഷോപ്പ് എന്തായാലും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകാരം കൊണ്ട് ശരി, എന്തായാലും നമുക്കൊന്ന് ബീച്ച് കാണാൻ പോകാം കേട്ടോ. അങ്ങനെ ബീച്ചിൽ പോയിരിക്കുകയാണ്. ഇത്രയും നേരത്തെ ആയതുകൊണ്ട് എന്തായാലും ഷോപ്പൊക്കെ എന്തായാലും ഓപ്പൺ ചെയ്ത് തുടങ്ങാൻ എന്തായാലും 9 മണിയാവും. അപ്പോൾ അതുവരെ എന്നാലും ശരി, അത്രയും നേരം നമുക്ക് ബീച്ചിലൊക്കെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമുക്ക് ഷോപ്പിലേക്കൊക്കെ പോകാൻ വിചാരിച്ചു. അങ്ങനെ കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും നേരത്തെയൊന്നും ഇതുവരെയായിട്ട് ബീച്ചിൽ ഇങ്ങനെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ സൺറൈസും കൂടി കാണാൻ പറ്റി. അത് കൊണ്ട് അങ്ങനെ ബീച്ചിൽ പോയിരുന്നിട്ട് പിന്നെ ബീച്ചില്ലാത്തൊരു സ്ഥലത്താണ് എൻ്റെ വീട്. പുതിയൊരു സ്ഥലത്ത് പോയിപ്പെട്ട കുറച്ച് പാടാണല്ലേ നമുക്കെല്ലാം മനസ്സിലാക്കിയെടുക്കാനും. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേനും അങ്ങനെ ബീച്ചിൽ നിന്നൊക്കെ മാറി ഞങ്ങൾ ഫ്രഷ് ആകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫ്രഷായി. പിന്നെ അങ്ങനെ നേരെ ജ്വല്ലറി ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ ഹോൾസെയിൽ മാർക്കറ്റ് കണ്ടുപിടിച്ചു. അവിടുന്ന് കുറച്ച് ഇഷ്ടപ്പെട്ട ജ്വല്ലറീസ് എല്ലാം പർച്ചേസ് ചെയ്ത് അങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് മിഴിമ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ താങ്ക് യു.